മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയും. കേരളത്തിൽ KBTV പ്രസ്ഥാനം 30 വർഷം പിന്നിടുകയാണ്. നമുക്കറിയാം, നമ്മളിൽ ഭൂരിഭാഗവും ഈ 30 വർഷവും കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്നീ കാണുന്ന കൺവെൻഷനുകളും കൂട്ടായ്മകളും രൂപപ്പെടുകയും നമ്മളെ ഇന്നീ രീതിയിലേക്ക് എത്തിച്ചതും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പൗരത്വം ചെറുതല്ല. മാന്യമായ രീതിയിലുള്ള ജീവിതവും മാന്യമായ രീതിയിലുള്ള സ്വീകരണവും കിട്ടും. നമ്മൾ ഈ രീതിയിലുള്ള സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നതും ഇന്നും തീരാ ദുരിതങ്ങൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതും വൻകിട കമ്പനികൾ നമ്മളെ ചൂഷണം ചെയ്യുമ്പോൾ, ജനങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അതിനെതിരെ ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ട് COA നടത്തുന്ന പല പ്രവർത്തനങ്ങളും സമരങ്ങളും ഒരുപക്ഷെ വിജയിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ കൺവെൻഷൻ ഈ രീതിയിൽ നടത്താൻ നമുക്ക് സാധിച്ചത്. നമുക്കറിയാം, കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും ഇത്തരം ഒരു സംവിധാനം എല്ലാം തൊഴിലാളികളെന്നും മുതലാളികളെന്നും വിളിക്കാൻ പറ്റുന്ന ഒരു സംഘടന COA എന്ന് മാത്രമാണ്. ഇതുപോലുള്ള പല കമ്പനികളും ഉണ്ടാവാം, പല ബോർഡുകളും ഉണ്ടാവാം. എങ്കിലും ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഈ COA പ്രസ്ഥാനം എന്നും നിലനിൽക്കുന്നത് നമ്മുടെ കരുത്തും നമ്മുടെ നേതാക്കന്മാരുടെ പിന്തുണയും അതാത് സമയത്ത് അവരെടുക്കുന്ന നിലപാടുകളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ കൺവെൻഷനുകളാണ് സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തോടെ 5 കൺവെൻഷനുകൾ നമുക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 കൺവെൻഷനുകളാണ് ഇന്ന് നടക്കുന്നത്. ഇനി ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ഇന്ത്യൻ ഡിജിറ്റൽ TV എല്ലാ ബ്രോഡ്കാസ്റ്റർമാർക്കും വൻതോതിൽ കണ്ടിന്യൂറ്റി കുറഞ്ഞു വരുമ്പോൾ കേരള വിഷൻ ഡിജിറ്റൽ കേരളത്തിൽ ഇന്നും 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതേപോലെ രാജ്യത്ത് 5ാം സ്ഥാനത്ത്. ബ്രോഡ്കാസ്റ്റ് കൊണ്ട് കേരള വിഷൻ ഇന്ന് രാജ്യത്ത് 6ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ സംഘടനാ സെറ്റപ്പും അതുപോലെ നമ്മുടെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരുടെയും അവരുടെ പ്രാദേശിക ചാനലുകളുടെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. എന്നാലും ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അമിതമായ കടന്നുവരവോടുകൂടി നമ്മുടെ പ്രാദേശിക ചാനലുകൾക്ക് വലിയ ഒരു ഇടിവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രാദേശിക ചാനലുകളിലെ മിക്ക പ്രാദേശിക ചാനലുകളും ഇപ്പോൾ അതിന്റെ കൂട്ടലിന്റെ വക്കിലാണ്. എന്താണ്? പരസ്യ വരുമാനത്തിലുള്ള ഗണ്യമായ കുറവ് നമ്മുടെ പ്രാദേശിക ചാനലുകളുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ ബിസിനസ് നമ്മൾ കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി നമ്മുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ ചിലവുകൾ കുറക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടിയും ക്ലസ്റ്റർ രൂപീകരിക്കണമെന്ന ആശയം ഉരുത്തിരികയും മുൻപുള്ള സമ്മേളനങ്ങളിൽ ക്ലസ്റ്റർ എന്ന ആശയം വരികയുണ്ടായി. എന്നാൽ ഓരോ മേഖലയിലും 2 ക്ലസ്റ്ററുകൾ വീതം രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഒരു വർഷത്തിൽ 2 ക്ലസ്റ്ററുകൾ ജില്ലാ നേതാക്കൾക്ക് പ്രതിനിധികൾക്കും ക്ലാസ്സുകൾ നൽകിയ ശേഷം ആ ക്ലാസ് ജില്ലയിലെ എല്ലാ ഓപ്പറേറ്റർമാർക്കും നൽകണമെന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ 2 ക്ലാസുകൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടായി. കാസർഗോഡ് മേഖലയിൽ കാസർഗോഡ് വെച്ചൊരു ക്ലാസും അതുപോലെ നീലേശ്വരവും
കാഞ്ഞങ്ങാട് മേഖലയിൽ ചെന്ന് കാഞ്ഞങ്ങാട് വെച്ച് ഒരു ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഇത് കൂടുതൽ നന്നായി സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ ലോഹിതാക്ഷൻ ശുക്രുന്നതിനും പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനും ആവശ്യമായ സ്ട്രാറ്റജികൾ അത് തയ്യാറാക്കുകയാണ് ഈ കൺവെൻഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫെബ്രുവരി 5-6 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് 2 ദിവസമായി ചേർന്ന നമ്മുടെ കൺവെൻഷനും ആ കൺവെൻഷനിൽ അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് തുടർന്ന് ജില്ലകളിലെ ബിസിനസ് സംവിധാനങ്ങളെ വിശദമായി വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഈ കൺവെൻഷനിലൂടെ 3 ചാനലൊക്കെ ആയിട്ട് വീഡിയോ ചാനലുകളൊക്കെ കൊടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അത് പടിപടിയായി വളർന്ന് ഇന്നെത്തി നിൽക്കുന്ന ഈ സാഹചര്യം എന്ന് പറയുന്നത്, അതിലേക്ക് എത്താനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇതുപോലുള്ള കൺവെൻഷനുകളും സമ്മേളനങ്ങളിലും നമ്മുടെ നാട്ടിലെ സാഹചര്യം വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കുന്ന അതിൻ്റെ മാറ്റങ്ങൾ, സാങ്കേതികമായ രംഗങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൈവരിക്കാൻ കഴിയുന്നത്. വലിയ കോമ്പറ്റീഷനെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ നമ്പർ 1 കമ്പനിയായി നമുക്ക് മാറാൻ കഴിഞ്ഞത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ACV ഒരു കാലത്ത് കുത്തകയായി ഇരുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ കേബിൾ മേഖല ഉണ്ടായിരുന്നത്. അതിനതിജീവിക്കാനായത് നേരത്തെ പറഞ്ഞ പോലെ KCCL എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ രൂപീകരണവും ഇതൊക്കെ അതിന് നേതൃത്വം കൊടുത്ത ഈ സംഘടനാ നേതൃത്വത്തിൻ്റെ ദീർഘവീക്ഷണം തന്നെയാണ്, കടന്നുറവാണ്. ജിയോ നമ്മളുടെ സമൂഹത്തിൽ മീൻസ് ഈ മേഖലയിൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് രംഗത്ത് അരങ്ങളായി നിലനിൽക്കുന്ന സംവിധാനമാണ്. എന്നിരുന്നാൽ തന്നെ ഈ അടുത്തിടെയാണ് സ്റ്റാറും അതുപോലെ തന്നെ ജിയോയും കൂടി ലയിച്ചുകൊണ്ട് ഒരു പുതിയ കമ്പനി ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാജ്യത്ത് നിലവിൽ വന്നപ്പോൾ അത് വലിയൊരു ഭീഷണിയായിട്ടാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ 3 ലക്ഷം മണിക്കൂർ ഉള്ള കണ്ടന്റ് അവരെ കയ്യിൽ നിന്ന് കൈവശമുണ്ട്. മാത്രമല്ല നമ്മളുടെ എല്ലാ സ്പോർട്സ് ഇവൻറ്റുകളും ഇന്ന് അവരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങൾ ഇന്ന് അവർക്ക് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആയാലും അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ്, ഫിഫ ഫുട്ബോൾ കപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ മത്സരങ്ങളും, പ്രധാനപ്പെട്ട മത്സരങ്ങളുടെയും വിതരണാവകാശം, അതിൻ്റെ നിയന്ത്രണം ഇവരിലൂടെ മാത്രമാണ് എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഇത് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT സംവിധാനത്തിലൂടെയാണ് അവരതിൻ്റെ വിതരണം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ജിയോ വരിക്കാർക്ക് ഇത് സൗജന്യമായി കൊടുക്കും എന്നാണ് ഇപ്പോൾ അവസാനമായി അവർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഭാവിയിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംവിധാനം ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ കൺവെൻഷനിൽ നമ്മൾ അവതരിപ്പിച്ച നമ്മുടെ OTT സംവിധാനം, കീ OTT എന്ന് പറയുന്നത് 35ഓളം OTTകളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ കീ OTT എന്ന് പറയുന്നത്. അതിലൂടെ അത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യത്തിൽ നമ്മളുടെ ഓപ്പറേറ്റർമാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വേണ്ടത്ര രീതി കഴിയുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അവസാനിക്കുന്നതെന്ന അർത്ഥത്തിലല്ല പറയുന്നത്. കേബിൾ TV കാണുന്ന ആളുകൾ ഇന്ന് ഒരു പ്രായം, അതായത് വളരെ പ്രായമുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് TV കാണുന്ന ആളുകളായിട്ടുള്ളത്. ബാക്കി ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരും ന്യൂജൻ ആളുകളൊക്കെ തന്നെ ബ്രോഡ്ബാൻഡ്, അതായത് നമ്മുടെ മൊബൈലിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകളും വിനോദങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് കേബിൾ TV ഓപ്പറേറ്റർമാരായ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളുടെ ഡിജിറ്റൽ കണക്ടിവിറ്റി പടിപടിയായി കുറഞ്ഞു വരികയാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് കേരള വിഷന്
ഒന്നാം സ്ഥാനത്തെത്താൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ടോട്ടൽ കണക്ടിവിറ്റിയിൽ കുറവ് വരുന്നില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ തെക്കൻ മേഖലകളിൽ തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ വലിയ തോതിലുള്ള ഒഴുക്കാണ് കേരള ഓഷനിലേക്ക് മറ്റ് MSOയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 26 ലക്ഷത്തോളം കണക്ഷൻ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്. മറിച്ച് ഓരോ ഓപ്പറേറ്റർമാരുടെയും കണക്ടിവിറ്റിയിൽ ഗ്രാജുവലായി ഉള്ള കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഡിജിറ്റൽ കണക്ടിവിറ്റി കുറയുന്ന ഈ സാഹചര്യത്തിൽ ആളുകൾ വാർത്തകൾ കാണാതിരിക്കുന്നില്ല, അല്ലെങ്കിൽ വിനോദങ്ങൾ കാണാതിരിക്കുന്നില്ല, അതിനുള്ള പുതിയ മാധ്യമങ്ങളിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ആ മേഖലയിൽ കൂടി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മളുടെ കീ OTT പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നത്. കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന, കുറേ വർഷങ്ങളായിട്ട് നമ്മളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം OTT സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമുക്കത് പൂർണ്ണമായ രീതിയിലേക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിനെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നമ്മളുടെ പുതിയ തലമുറയ്ക്ക് ഗുണകരമാവുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയണം. മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ വിഷൻ കൂട്ടായ്മയിലെ ഡയറക്ടർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിഷൻ 360 എന്ന് പറയുന്ന ഒരു ക്യാമ്പ് നമ്മൾ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ്. തുടർന്ന് ജില്ലകളിലും അതുപോലെ തന്നെ മുഴുവൻ ഓപ്പറേറ്റർമാരെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള ക്യാമ്പുകൾ നമ്മൾ താഴെത്തട്ടിലും എല്ലായിടത്തും നടത്തി. കാരണം കേബിൾ TV ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് നമ്മൾ കാലങ്ങളായി തുടർന്നു വരുന്ന ചില സാമ്പ്രദായികമായിട്ടുള്ള ചില രീതികളുണ്ട്. ആ രീതികളിൽ നിന്നും മാറാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇതൊക്കെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പുതിയ തലമുറയെ സംബന്ധിച്ച് അവർക്ക് മികച്ച സേവനം, അതുപോലെ തന്നെ കണ്ടന്റ്, കൃത്യമായ കണ്ടന്റ് ആരാണോ നൽകുന്നത് അവരിലേക്ക് മാറാൻ ഒരു പ്രയാസവുമില്ലാത്ത, അല്ലെങ്കിൽ അതിന് ഒരു മാനസികമായി അത്തരം ഒരു തയ്യാറുള്ള ആളുകളായിട്ടാണ് നമ്മുടെ പുതിയ തലമുറ വരുന്നത്. അപ്പോൾ അവർക്ക് മികച്ച സർവീസ് ആരാണോ കൊടുക്കുന്നത് അവരിലേക്ക് അവർ മാറും. ഈ രീതിയിലേക്ക് നമ്മളുടെ ബിസിനസ് സംവിധാനങ്ങളെ മാറ്റുക എന്നതാണ് നമ്മൾ ഈ ക്യാമ്പുകളിലൂടെ ഉദ്ദേശിച്ചത്. ഈ ക്യാമ്പുകൾ നടത്തി അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് എന്നുള്ളത് നമ്മളൊരു പരിശോധന നടത്തണം. പരിശോധിക്കേണ്ട സമയമായിട്ടില്ല, കാരണം ആ ക്യാമ്പുകൾ ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ അടുത്ത ഒരു സമ്മേളന കാലഘട്ടം വരുമ്പോഴേക്കും ഇതിലൂടെ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ആ ക്യാമ്പുകളിലൂടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും 4 നമ്മുടെ കസ്റ്റമർ കെയർ സംവിധാനങ്ങൾ ഇന്നത്തെ ഇതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഏത് സമയവും വിളിച്ചാൽ, കസ്റ്റമേഴ്സിന് വിളിച്ചാൽ അവരുടെ കംപ്ലൈൻറ്റുകൾ തീർത്തു കൊടുക്കാവുന്ന രീതിയിലുള്ള സജീവ നേതൃത്വത്തിൽ ഈ GST രജിസ്ട്രേഷൻ ഉൾപ്പെടെ എടുത്തുകൊണ്ട് നമ്മളുടെ സേവനം മെച്ചപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ താഴെത്തട്ടിൽ ഇത്തരം സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അങ്ങനെ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. യാത്ര സുരേഷ് കുമാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ജെയിംസ് ജിയോ. ഇതുമൂലം നമുക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന അതിന് മറികടക്കാൻ വേണ്ടി മറികടക്കാൻ
FI50D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FI550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.